കുഞ്ഞിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമുക്ക് എല്ലാം ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. നമുക്ക് എന്താ ഇഷ്ടം? കുഞ്ഞിനെ കളിപ്പിക്കാൻ ഇഷ്ടമാണ്, ചിരിപ്പിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ചിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കുഞ്ഞ് കരയുമ്പം നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവർക്കും അത് ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ? അപ്പോൾ കുഞ്ഞിനക്കറിയാം ഏറ്റവും വലിയ കംപ്ലയിൻ്റാണ്, ഇപ്പം ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും വലിയ കംപ്ലയിൻ്റാണ് കൊച്ച് കരയുക, കൊച്ച് കരയുക. ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാനാണ്. അപ്പോൾ ആ കരച്ചിൽ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമമാണ്. അപ്പോൾ കൂടുതലും എല്ലാവരും ആ വിഷമം എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മിക്കവാറും പേര് പറയുന്നത് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വിശന്നിട്ടാണ് കരയുന്നത്. ആ ഒരു റീസൺ മാത്രമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ കേവലം വിശന്നിട്ട് മാത്രമായിരിക്കത്തില്ല കുഞ്ഞുങ്ങൾ കരയുന്നത്. കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു കെയർ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചൂട് അടിക്കുന്ന ഏറ്റവും ഇഷ്ടമാണ്. അപ്പം അവർ ഉള്ളിലുള്ള ലൈഫിൽ നിന്ന് ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കുഞ്ഞുങ്ങൾ കൂടുതൽ ചൂട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്ന് ചൂട് കിട്ടിക്കഴിയുമ്പോൾ അവർ കരച്ചിൽ നിൽക്കും. ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം കൂടുന്നവർക്ക്, അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് കരയും. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാണ്, സ്റ്റൂള് പാസ് ചെയ്യാണ്, ഡയപ്പർ വെറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈമിലും അവർ കൂടുതൽ കരയും. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ എങ്ങനെ കരച്ചിൽ മാറ്റാം, അതാണ് ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കരയുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതുപോലെ ചൂട് കൊടുക്കാം. പുറമേക്കൂടെ ഒരു തുണി എടുത്ത് കവർ ചെയ്യാം. അതുപോലെ തലയും കഴുത്തും സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിനെ നമ്മുടെ താട കുഞ്ഞിൻ്റെ തലയോട് ചേർത്ത് വയ്ക്കുക. ബട്ടക്സിൽ പതുക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ എടുക്കുക, നിവർത്തി പിടിക്കുക, തലയും കഴുത്തും സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ പതുക്കെ ഒന്ന് സ്വിങ് ചെയ്യുക. അതായത് ഒത്തിരി കുഞ്ഞിനെ ഇട്ട് കുലുക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവരുടെ ബ്രെയിൻ വളരെ തിന്നാണ്. അപ്പം അതുപോലെ ഷേക്ക് അധികം ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും കരയുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു താളത്തിൽ ജസ്റ്റ് ഒന്ന് ആട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞിനോട് താളത്തിൽ സംസാരിക്കുക, കുഞ്ഞിന് പാട്ട് പാടി കൊടുക്കാം. അപ്പം താരാട്ട് പാട്ട് പോലെ ജസ്റ്റ് പാടുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റും. അതുപോലെ ബട്ടക്സിൽ തട്ടിക്കൊടുക്കാം. കുഞ്ഞിനെ സ്കിന്നോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ കുഞ്ഞിനെ നന്നായിട്ട് സ്വാഡ്ലിങ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നതാണ്. കുഞ്ഞ് കരയുന്നതിന് പല റീസൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. എപ്പോഴും കരയുന്നത് വിശന്നിട്ട് ആയിരിക്കത്തില്ല.